ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് പറയുന്ന സിമ്പിൾ ഉത്തരം എന്താണ്? നല്ല പാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാലിനാണ് വെള്ളം കുറവ് അതായിരിക്കും നല്ല പാല്. ഇപ്പം മിൽമ പാല് മറ്റു പാല് ഏജൻസിയൊക്കെ വന്ന കാരണം എല്ലാം കെമിക്കൽ ടെസ്റ്റ് ചെയ്തൊക്കെ പാലിൻ്റെ ചേരുവകയുടെ കണ്ടൻറ്റ് വൈസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ആണ് നമുക്ക് തരണത്. എനിവേ പണ്ടൊക്കെ പാലും മെയിൻ കംപ്ലൈൻറ്റ് പാലിൻ്റെ അത് വെള്ളമാണെന്നുള്ളതാണ്. അത് വെള്ളത്തിൻ്റെ അളവ് നമ്മൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് മറ്റൊരു നാട്ടിൽ നിന്ന് വന്നവർ മണ്ണിരയൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്നത്. കൊഴുത്ത് കൊടുത്തങ്ങനെ ഇരിക്കും, വെള്ളമില്ലെന്ന്, കൊഴുപ്പ്. അങ്ങനെയാണ് ഇതെല്ലാം. പണ്ട് അരിയിലൊക്കെ ഭയങ്കര കല്ലായിരുന്നു. കല്ല് ചേർക്കാൻ വേണ്ടി മാത്രം കമ്പനികളുണ്ടായിരുന്നു. മുക്കാച്ചാക്ക് അരി വാങ്ങിച്ചിട്ട് കാൽച്ചാക്ക് കല്ല് ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം, ആ സ്ഥലമൊന്നും ഞാൻ പറയണില്ല, പത്രത്തിൽ ഇങ്ങനെ മുഴുവൻ ഈ കല്ല് ചേർക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണിക്കുമായിരുന്നു. കല്ലിൻ്റെ കാലൊക്കെ ഷോർട്ട് ഐസ് വന്നപ്പോഴാണ് ഇപ്പോൾ കല്ലിൻ്റെ കാലമൊക്കെ മാറിയത്, വെള്ളത്തിൻ്റെ കാലം. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ മെച്ചമായി പല മേഖലകളിലും മെച്ചമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പണ്ട് ചോറെന്ന് പറയുമ്പോൾ അപ്പം തന്നെ കല്ല് കടിച്ചു ആൾക്കാർ നിലയും വിളിച്ചിരിക്കും, ചിലർ ചോറിട്ടും പോകും. ഇതുപോലെ വിശ്വാസത്തിലും കല്ല് കടിക്കണ വിശ്വാസമുണ്ട്. വിശ്വാസത്തിൽ ചില ആൾക്കാരൊക്കെ കല്ല് ചേർത്ത് വെച്ചേക്കും. അതിൻ്റെ അകത്ത് വിശ്വാസത്തിലെ കല്ലെന്താണ്? സംശയം എന്ന് പറയും. സംശയത്തിന് വിശ്വാസത്തിൽ ചോറിൽ കല്ലുള്ളത് പോലെയാണ് വിശ്വാസത്തിലുള്ള കല്ലാണ് സംശയം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ വിശ്വാസ യാത്ര ചെയ്യുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ട് പീരീഡ് കൊണ്ട് വിശ്വാസത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു പ്രെയറാണ് ഉടമ്പടി. പക്ഷേ ആ ഷോർട്ട് പീരീഡിൽ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഈ ഫലം കിട്ടുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവം നിങ്ങളുടെ അവിശ്വാസം നോക്കാതെ ദൈവം ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ആദ്യത്തെ കാലത്തേ ഉള്ളൂ കേട്ടോ. ഉടമ്പടിക്കാരറിയാം നിങ്ങളിപ്പോൾ അപ്പോൾ ഉടമ്പടിയിലിപ്പോൾ ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുറച്ച് അനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് മൊത്തം ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല. ആദ്യം 1-2 അനുഭവങ്ങൾ തരണം. ദൈവം ഇൻസെൻറ്റീവ് ചെയ്യണതാണത്. നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ഒരു പരാധീനതയും ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും കുടുംബത്തിൻ്റെ പശ്ചാത്തലം എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻസെൻറ്റീവ് തരണതാണ്. ഇപ്പം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കത്തില്ലേ? പക്ഷേ 5 വയസ്സാകുമ്പോൾ പറയും നീ പോയി എടുത്ത് കുടിക്കണമെന്ന് പറയും, പാല് അടുക്കള ഇരിപ്പുണ്ടെന്ന് പറയും. ആ വിഷയമാരില്ലേ? ടോൺ മാറി. ഒരേ കൊച്ചു കുടിക്കുന്ന സംഭവത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും ടോൺ മാറി അമ്മയുടെ. എന്താ കാര്യം? നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ ഈസി ആയിട്ട് കൊച്ച് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. പണ്ടൊക്കെ ചില അമ്മമാർ ഒരു മുഞ്ചെന്ന സാധനം ഉണ്ടായിരുന്നു, അത് അരച്ച് മുലക്കെണ്ണ പുരട്ടും. എന്താ കാര്യം? ചെന്നി നായകം അങ്ങനെയൊക്കെ പുരട്ടുമായിരുന്നു. ഇപ്പം പിന്നെ പെട്ട കാര്യം നിങ്ങൾ കൊടുക്കണില്ലല്ലോ നിങ്ങൾ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കഴിച്ചിട്ട് കൊച്ചു കുടിക്കത്തില്ല. 4 വയസ്സുകാരൊക്കെ പണ്ട് ചില പറയല്ലേ, ചില അമ്മമാർ പറയും ഇപ്പം 4 വയസ്സ് വരെ എൻ്റെ മുല കുടിച്ചാണെന്ന് പറയും. ഇതൊന്നും വിശ്വാസത്തിൽ നടക്കത്തില്ല. വിശ്വാസത്തിൽ ഒരു ടൈം കഴിയുമ്പോൾ ആദ്യത്തെ ഇൻസെൻറ്റീവ് തരും, ബാക്കി പിന്നെ നമ്മളെല്ലാം സ്വന്തമായിട്ട് ഏൺ ചെയ്യണം. അതിനാണ് ഉടമ്പടിയുടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത്. അങ്ങനെയാണ്. ആദ്യം നിങ്ങൾ ഓർക്കരുത്, ആദ്യം കിട്ടണത് തന്നെ ഉടമ്പടിയുടെ അനുഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാം അങ്ങനെയല്ല. ആദ്യം നിങ്ങളുടെ പരുവക്കേട് കണ്ടിട്ടും പരാധീനത കണ്ടിട്ടും ദൈവം കോൺട്രിബ്യൂട്ട് ചെയ്യണതാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പിടിച്ച് നിൽക്കുക, ഓക്സിജനൊക്കെ ഒന്ന് എടുത്തിട്ട് അല്പമൊക്കെ ബലം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ ഏൺ ചെയ്യണം, സമ്പാദിക്കണം. അതാണ് പറയുന്നത്. ആദ്യം എടുത്തപ്പോൾ തന്നെ ഭയങ്കര അനുഗ്രഹമായിരുന്നു, പിന്നൊരു അനക്കമില്ലാത്ത ദൈവത്തിനല്ല, നിങ്ങൾക്കാണ് അനക്കമില്ലാത്തത്. എന്താ കാര്യം? നിങ്ങൾ ഓർത്ത് ഇതുപോലെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇങ്ങനെ പണം കുലുക്കണ മരം പോലെ ഈ സംഭവം കുലുങ്ങി വീഴത്തില്ല. നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കണം? അവൻ പറയണ പോലെ ചെയ്യുക. അതാണ് സംഭവം. അപ്പോൾ ആദ്യത്തെ ഒരു ടൈം കഴിയുമ്പോൾ പിന്നെ ഒരു ടഫ് ടൈമാണ്. അപ്പോഴാണ് നിങ്ങൾ ഉടമ്പടി പിന്നെ കിട്ടണതെല്ലാം നിങ്ങളുടെ അവൻ പറയണ പോലെ ചെയ്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ന്യായമായ ആനുകൂല്യങ്ങളായിരിക്കും. ആദ്യത്തേതെല്ലാം ഔദാര്യമാണ്.
ഇപ്പോൾ ഗ്രാൻഡായിട്ട് തന്നെയാണത്. അത് തിരിച്ചടക്കേണ്ട കാര്യമില്ലാത്ത പോലെ നമുക്ക് കിട്ടത്തില്ല, അതുപോലെ ഗ്രാൻഡാണ്. പക്ഷേ ഒരു 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 1-2 അനുഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ചിലർക്ക് പെട്ടെന്ന് നിങ്ങൾ സ്വിച്ചിട്ട പോലെ നിൽക്കും. അപ്പം നിങ്ങൾ ഓർക്കും ഉടമ്പടി ഇത്രയേ ഉള്ളെന്ന്. അല്ല, നിങ്ങൾ ഇത്രയേ ഉള്ളൂ, അതാണ് പ്രശ്നം. ഉടമ്പടി ഇത്രയേ ഉണ്ടായിട്ടല്ല, നിങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താ കാര്യം? ഇങ്ങനെ ഓസിന് കിട്ടുന്ന കാര്യം അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് കൈയും കെട്ടി പഴയതുപോലെ ഇരിക്കും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? ഇനി നിങ്ങളുടെ ഊഴമാണ്. അവൻ പറയണ പോലെ ചെയ്യണ ഊഴമാണ്. അതാരാണ് ദൈവസ്നേഹത്തോടെ ചെയ്യണത്? ദൈവസ്നേഹത്തോടെ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് സംശയങ്ങൾ ഇല്ലാത്ത ഒരു വിശ്വാസം രൂപപ്പെടുത്തിയെടുക്കണം. പല ആൾക്കാർക്കും വിശ്വാസമുണ്ട്, പക്ഷേ പകുതി 50% സംശയവും 50% വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെപ്പോഴും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അത് പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൻ്റെ മാത്രം മെക്കാനിസം കാണിച്ചാൽ റിപ്പയർ ചെയ്താൽ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളെന്താ കാര്യം അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് സംശയം ദൂരീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സംശയം ദൂരീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിൻ്റെ ലെവൽ കൂടിയാൽ മാത്രമേ സംശയം ദൂരീകരിക്കത്തുള്ളൂ. ചില ഭാര്യമാർക്ക് കെട്ടിയകാലം വരെ സംശയമാണ്. എന്താ കാര്യം? ഇവിടെ വർത്തമാന രീതികളൊന്നും അവളോട് ആത്മാർത്ഥത ഉള്ളതായിട്ട് അവൾക്ക് തോന്നിയിട്ടില്ല. എന്താ പ്രശ്നം? അങ്ങനെ വരാൻ കാര്യം അതാ. ചില ഭാര്യമാർക്കും തിരിച്ചു വരും, ഭർത്താക്കന്മാർക്കും തിരിച്ചു വരും. ഇങ്ങനെ സംശയം വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം കുറയുന്ന പോലെ അവർക്ക് തോന്നിയാൽ പിന്നെ സംശയം കൂടിക്കൊണ്ടേയിരിക്കും. ഡിമാൻഡുകൾ ചില ലേഡീസ് എപ്പോഴും പറയത്തില്ലേ, അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്ന്. കാര്യമൊന്നും ഉണ്ടാകത്തില്ല, അവർക്ക് ആവശ്യമില്ലായിരിക്കും, എന്തായാലും മേടിക്കണമെന്ന് പറയും. സ്നേഹം ഇല്ല. അപ്പോൾ പിന്നെ ആർക്കാണ് മരുന്ന് കൊടുക്കേണ്ടത്? സ്നേഹമാണ്, ലവ് ലെവലാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഉടമ്പടിയുടെ ഒരു ജീവശാസ്ത്രം, ബയോളജി ഓഫ് ദി കവനൻറ്റ്, അതിൻ്റെ ഗ്രോത്ത് വരുന്ന, അത് വളർന്നു വരുന്ന ഒരു ജീവശാസ്ത്രം അങ്ങനെയാണ്. സംശയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ അതിന് സംശയം കുറയ്ക്കണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രശ്നം എന്താണ്? സ്നേഹം കൂട്ടണമേ. പക്ഷെ സ്നേഹത്തിനൊരു കുഴപ്പമുണ്ട്. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും ദൈവം ഏക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കാൻ പറയും. അങ്ങനെയാണ് 3 പ്രാവശ്യം പത്തോസിനോട് ചോദിച്ചു. അപ്പോൾ 10 ദിവസം അവസാനം പറഞ്ഞു സ്നേഹിക്കുന്നു അങ്ങേക്കെല്ലാം അറിയാമല്ലോ, എന്നാൽ തല കഴുക്കാൻ പാട് മരിക്കാൻ പറയും. അപ്പോൾ പണി കിട്ടും. മനസ്സിലായില്ലേ? സ്നേഹിക്കുന്നു 10 ദിവസം 3 പ്രാവശ്യം പറഞ്ഞ്. പക്ഷേ തൽക്കാലത്തൊക്കെ ആ പാഠം അവിടെ വെച്ച് അവസാനിച്ചു, ആ ടെസ്റ്റ് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പക്ഷേ അത് കർത്താവ് പറയും, നീ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ചു, പക്ഷേ ഇതിനൊരു ടെസ്റ്റുണ്ട്. അതെന്താണ്? എനിക്കിട്ട കുരിശ് തല കഴുക്കാൻ പാടാതെ നിനക്കിട്ടും. അപ്പം നീ എന്ത് പറയും? അതാണ് സ്നേഹം. ചെല്ലണതല്ല, ചെയ്യണതാണ് സ്നേഹം. മനസ്സിലായില്ല? അതുകൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത്. കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ എന്ത് ചെയ്തു എന്നാണ് ദൈവം നോക്കണത്. പ്രാർത്ഥിക്കുക,
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്റെ സ്നേഹത്തിൽ വളരാൻ, വിശ്വാസത്തിൽ ഉയരാൻ, സംശയം കുറക്കാൻ എന്നെ സ്നേഹത്തിന്റെ പ്രവൃത്തികളുടെ സുവിശേഷത്തിന്റെ സാക്ഷികളാക്കണമേ. വിശ്വാസം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉടമ്പടി? അതിൻ്റെ ഉടമ്പടി നമ്മൾ ഒരു ഡ്രൈവർ ആകുമ്പോൾ തന്നെ അതിൻ്റെ മെക്കാനിസ്റ്റും ആകണം. അത് മനസ്സിലായില്ലേ? നമ്മൾ ഉടമ്പടിയുടെ ഡ്രൈവറായിട്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം ഇടയ്ക്ക് വഴി വീണാൽ ആരും സഹായിക്കത്തില്ല. അപ്പോൾ മെക്കാനിസം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ എന്താ സംഭവം? ഉടമ്പടിക്ക് വീഴ്ച വരാൻ സാധ്യതയുള്ളത് സ്നേഹം, ദൈവസ്നേഹം കൂട്ടാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ദൈവസ്നേഹം കൂട്ടാൻ വേണ്ടി പ്രവർത്തനമല്ലാതെ അവിടെ കൊണ്ട് പ്രാർത്ഥന കൊണ്ടോ ചൊല്ലൽ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ചെയ്യണ കാര്യങ്ങൾ അളിഞ്ഞ മോന്തയുമായിട്ട് ചെയ്യരുത്. എനിക്ക് തന്നെ ഈ അളിഞ്ഞ മോന്തക്കാരെ കാണുമ്പോൾ തന്നെ എനിക്ക് പറയും, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്മാർട്ടായിട്ട് നിൽക്ക്, മാതാവിൻ്റെ അടുത്തല്ലേ നിൽക്കണത്, അല്ല നിങ്ങൾ ചായക്കടയിലും ആശുപത്രിയിലും അല്ലല്ല നിൽക്കണത്. ആശുപത്രിയിലാണെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ ശരിയാകുമോ ഇല്ലേ, ഈ ഡോക്ടറാണ്, അതിന് വേറെ ഡോക്ടറുണ്ടാ. പല ഡോക്ടറിനെ കുറിച്ച് നമ്മളോട് പല ആൾക്കാർ പറഞ്ഞിരിക്കണ കാരണം നമ്മളൊരു ആശുപത്രിയിലും ഇത് തന്നെ ആയിരിക്കുമോ നമ്മുടെ യഥാർത്ഥ ഡോക്ടർ, ഇത് തന്നെ ആയിരിക്കുമോ ആശുപത്രി, ഇങ്ങേര് തന്നെ കുറിച്ച് തന്നെ ആയിരിക്കും ആ കറക്റ്റ് മരുന്ന്, അങ്ങേര് കുറിച്ച് തന്നെ കറക്റ്റായാൽ പോലും നമുക്ക് അങ്ങനെ സംശയമായിരിക്കും. അതുകൊണ്ടാണ് ഈ അളിഞ്ഞ മോന്ത വന്നത്. ഉടമ്പടി എന്ന് പറയുന്നത് സ്മാർട്ട് പ്രോജക്റ്റാണ്. കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ ഇന്നലെയൊക്കെ അവർ പറഞ്ഞു, നിങ്ങൾ സന്തോഷമായിട്ട് പോകും. എന്താ കാര്യം? ഇത് ശരിക്കും മാതാവിൻ്റെ അടുത്ത് നിന്ന് പോകുന്നവർ അവർ കൃത്യമായിട്ടുള്ള ആൾക്കാരുടെ അമ്മ കൂടെ പോകും. കാര്യം നിങ്ങളുടെ ചില ആൾക്കാരുടെ കൂടെ വരാത്തതിൻ്റെ കാര്യം നിങ്ങൾ അളിഞ്ഞ മോന്തയായിട്ട് വരണേ, ചത്തവൻ്റെ വീട്ടിൽ മരിച്ചവരിക്കണവർ അടുത്ത ആൾ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇതെല്ലാം മാതാവ് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ അടുത്ത് ഈ പന്നി വിശ്വസിക്കണില്ല എന്നുള്ളത് അമ്മയ്ക്ക് അറിയാം. പിന്നെ ഇതിൻ്റെ കൂടെ പോയിട്ട് എന്നാ കാണിക്കാനാണ്? അതാണ് നിൻ്റെ കൂടെ വന്നിട്ട് എന്നാ കാണിക്കാനാണ്. പക്ഷെ നിനക്ക് നല്ല ദൈവസ്നേഹമുണ്ട്, നല്ല പ്രത്യാശ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേ അമലു എന്നും പറഞ്ഞൊരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞാണ്. അമലുവിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, അമലു ഉള്ളതുപോലെ മാതാവിനോട് പറയുന്ന ആളാണ്. അമൽ പറഞ്ഞു, 10 കൊല്ലയുടെ മക്കളില്ലേ ആളിന്. അപ്പോൾ പല ചികിത്സ കഴിഞ്ഞിട്ട് ഇവ മക്കൾ എന്നുള്ള കാര്യം ആ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ജീവിച്ചോളാമെന്നുള്ള ഒരു മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയാണ്. അപ്പോഴാണ് ആൾക്കാർ പറയണത്, കൃപാസനം മാതാവ് 25 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പുതിയൊരു അധ്യായം ആണ് ശരിക്കും തുറന്നത് ജീവിതത്തിൽ. അതാണ് സംഭവം. പിന്നെ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണില്ലേ, അതാണ് സുവിശേഷം എന്ന് പറയണത്. നിങ്ങൾ പറയാതിരിക്കരുത്. നിങ്ങൾക്ക് പറയാൻ കഴിവുണ്ടെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നും ഒക്കെ അമ്മയ്ക്കറിയാം. ഇവിടുത്തെ നിങ്ങൾ പണി മേടിക്കാൻ പോണേ എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾക്ക് ഇത്
കേമത്വമാണ് നിങ്ങൾ ബന്ധുക്കൾ പറഞ്ഞിട്ട് അവിടെ ഞെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അത് നിങ്ങളുടെ പഴയ ഹിസ്റ്ററിയും ദൈവത്തിന് അറിയാം. നിങ്ങൾ പണി മേടിക്കണ വഴികൾ ഞാൻ പറയണേ. എന്ന് വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ചില ഗുണങ്ങൾ, നിങ്ങൾ വീട് വെച്ച കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി വീണ കാര്യം ഒക്കെ നിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറയണ സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. അത് എപ്പോഴായാലും നിങ്ങൾ പറയും. പള്ളിയിൽ നിന്ന് വരുമ്പോഴായാലും പോകുമ്പോഴായാലും ഫോൺ എടുക്കുമ്പോഴും പറയും. പക്ഷേ ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച കാര്യം നിങ്ങൾ പറയത്തില്ല. അത് നിങ്ങൾ ആത്മശോധന ചെയ്യേണ്ട ഉടമ്പടി പാപമാണ് ശരിക്കും. ഇപ്പോൾ ഈ ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛന്മാരുടെയൊക്കെ ആദ്യമൊന്നും സംസാരിക്കത്തില്ല. കാര്യത്തിൽ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഉടമ്പടി കുമ്പസാരത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ ഉടമ്പടി കുമ്പസാരം എന്ന് പറയണത്? അത് കരിസ്മാറ്റിക് കുമ്പസാരമോ ഇടവക വാർഷിക ധ്യാനം കുടുംബ കുമ്പസാരമോ അല്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വ്യക്തി ഉടമ്പടിയിൽ ദൈവവുമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ ആ വ്യക്തി കൈവരിക്കേണ്ട ചില ആധ്യാത്മിക ഔന്നത്യങ്ങളുണ്ട്. അവിടം വരെ എത്തിയില്ലെങ്കിൽ ഉപേക്ഷ എന്ന പാപമാണത്. മനസ്സിലായില്ലേ? അവിടം വരെ. അപ്പോൾ ഒരു ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കേണ്ട ആധ്യാത്മികമായ ഔന്നത്യമുണ്ട്. ആ വ്യക്തി അതനുസരിച്ച് വളർന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഉടമ്പടി പാപമായിട്ട് വരും, ഉപേക്ഷ എന്ന പാപമായിട്ട് വരും. എന്താ കാര്യം? നിങ്ങളുടെ പഴയ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും, മക്കളുടെ കാര്യങ്ങളും, മരുമക്കളുടെ കാര്യങ്ങൾ പോലും നിങ്ങൾ നാട്ടുകാരെ കെട്ടിയെഴുന്നള്ളിക്കുന്ന ആളാണ്, പറയുന്ന ആളാണ്. സ്വന്തം കേമത്വത്തിന് വേണ്ടിയായിരിക്കും അത് പറയണത്. പക്ഷെ ദൈവം നിങ്ങൾക്ക് തന്ന കാര്യങ്ങളെ പലതും നിങ്ങൾ പറയണില്ല. അഥവാ ഇനി ദൈവം തന്ന കാര്യം പോലും പറയണത് നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കും. ഇവിടെ വന്നിട്ട് സാക്ഷിയൊക്കെ പറയും, ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, സ്ഥലമില്ലായിരുന്നു, വഴിയില്ലായിരുന്നു, അമ്മയടുത്ത് വന്നപ്പോൾ അമ്മ വീട് തന്നു, സ്ഥലം തന്നെന്നൊക്കെ പറയും. ഇവിടെ വന്ന് പറയും. പക്ഷേ നാട്ടിൽ ചെന്നിട്ട് എന്ത് പറയും? യൂട്യൂബിൽ ഈ സാധനം വന്ന കാര്യം നിങ്ങൾ നാട്ടുകാരറിഞ്ഞ കാര്യം നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളെ പഴയ സ്വഭാവം അനുസരിച്ച് നാട്ടുകാരോട് പറയും, ഭയങ്കര കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ മുണ്ട് മുറുക്കി കൊടുത്താണെങ്കിൽ ഒരു വീട് വാങ്ങിച്ച്. അപ്പോൾ മുണ്ട് മുറുക്കി കൊടുത്തത് നിങ്ങൾ, മാതാവ് ഞൊട്ടി. അല്ല സംഭവം ഇതാണ്. ഒരു സാധനത്തിൻ്റെ വേർഷമ്പടം കണ്ടില്ലേ? അതാണ് ഞാൻ പറയും, ഓർഡർ തമ്മാവ ആളറിയാം. അത് ഞാനല്ല പറയണം, പുള്ളിക്കാരത്തി പറഞ്ഞോളൂ. ആളെ കാണുമ്പോൾ തന്നെ പറയും. ചുമ്മാ ഉടായിപ്പാണ്, അനുഗ്രഹം അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണ്, കിട്ടിക്കഴിഞ്ഞാൽ അത് അവളുടെ അക്കൗണ്ടിൽ മാത്രമേ അവൾ കെട്ടി എഴുന്നള്ളിക്കത്തുള്ളൂ എന്നറിയാം. ഇങ്ങനെയുള്ള അഭ്യാസം ഉടമ്പടി നടക്കത്തില്ല. അതുകൊണ്ട് സത്യസന്ധരായിരിക്കാൻ നോക്കുക, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യസന്ധമായി നീ തന്ന നന്മകളെ എടുത്തുയർത്തി പൊതുജനങ്ങൾക്ക് കൈമാറിക്കൊണ്ട് സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും എന്നെ അങ്ങയുടെ രക്ഷയുടെ സാക്ഷിയാക്കണമേ. രക്ഷയുടെ സാക്ഷിയാക്കണമേ. മുമ്പിൽ നീ തന്ന നന്മകൾ പ്രകീർത്തിക്കുവാൻ, ഇപ്പോൾ ഉടമ്പടി ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള പ്രെയറാണ്. 90 ദിവസമാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയണത്. ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു. ഇപ്പം ഞാൻ അവളുടെ മഞ്ജുഷയുടെ അമലുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അമലു പെട്ടെന്നാണ് മാതാവുമായിട്ട് നല്ല സീരിയസ് റിലേഷനിൽ വന്നത്. എന്നിട്ട് മാതാവിനോട് പറഞ്ഞ എന്താ, കഴിഞ്ഞ ഡിസംബറിൽ അമലു വന്നിട്ട് പറഞ്ഞ്, അമ്മേ ഇത് ഡിസംബർ മാസമാണ്, ഇറ്റ് ഈസ് എ ഹോളി മന്ത്, വളരെ വിശുദ്ധമായൊരു മാസമാണ്, അമ്മയ്ക്ക് ഈശോനെ കിട്ടിയ മാസമാണ്, എനിക്കും ഒരു കുഞ്ഞിനെ തരണം. കണ്ട എന്ത് സിമ്പിളാണ് ആ പ്രെയർ. അവൾ ആ മാസം ഗർഭിണിയായി. അപ്പോൾ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കോമൺ ഫെയ്ത്ത് ഓഫ് ദി കോമൺ പീപ്പിളാണ്. നമുക്ക് സംഭവിച്ചത് വിശ്വാസത്തിന് ഒരു സാങ്കേതിക ജടിലതയിൽ അപ്രാപ്യമായിട്ട് സാങ്കേതിക ജ്ഞാനമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടത് കാരണം ഈ വിശ്വാസത്തിൻ്റെ നല്ല ഫലങ്ങൾ താഴേക്ക് വരത്തില്ല.
തഴക്ക് വരുത്താൻ വേണ്ടി വല്ല രാഷ്ട്രീയ കഥകളോ നാട്ടുകഥകളോ, അവിടെ കല്ലില്ല ഇവിടെ കല്ലില്ല എന്നൊക്കെ പറഞ്ഞ് പുൾപ്പിറ്റ് ആപ്പാടെ കുളമാക്കി കളയും. ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കാനും ദൈവാനുഭവത്തിലേക്ക് ജനങ്ങളെ നയിക്കാനും അവർ അനുഭവിച്ച് പരിചയിച്ച ആധ്യാത്മികതയുടെ ചില പുഴുക്കുത്തുകളെ എടുത്തു മാറ്റിയിട്ട് അതിനെ ക്രെഡിലൈസ് ചെയ്തിട്ട് അതിലവരെ ബൂസ്റ്റ് ചെയ്യുകയാണ് ഉടമ്പടി ചെയ്യണത്. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ നല്ലോണം അറിയാം, അപ്പോൾ ദൈവത്തോട് നിങ്ങൾ അമ്മയെന്നല്ലേ വിളിക്കണത്, അല്ലേ? അല്ല കളക്ടർ എന്നല്ലേ വിളിക്കണത്, അമ്മ. അപ്പോൾ നമുക്ക് ആ ഒരു അമിക്കബിലിറ്റി ഉണ്ട് പ്രേയറിൽ. അപ്പോൾ നിങ്ങൾ അമലു എന്താ ചെയ്യണത്? അമ്മേ, ഇതൊരു നല്ല മാസമാണ്, നല്ല വിശുദ്ധമായ മാസമാണ് ഡിസംബർ. അമ്മയ്ക്ക് ഉണ്ണീശനെ കിട്ടിയ മാസമാണ്, എനിക്ക് ഒരു കുഞ്ഞിനെ തരണം. സിമ്പിളല്ലേ പ്രേയർ? ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന എന്തുകൊണ്ട്? ആ പ്രാർത്ഥന അപ്പം തന്നെ അമ്മ പച്ചമഷിക അങ്ങോട്ട് ഒപ്പിട്ട് സാങ്ഷൻ ചെയ്യുകയാണ്. ആ ആഴ്ച തന്നെ അവൾ പ്രഗ്നൻ്റ് ആകുകയാണ്. എന്ത് രസമാണ് കേൾക്കാൻ. അവളെ കുഞ്ഞിനെയും കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇവിടെ. 10 കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാതെയാണ്. നമുക്കൊരു സങ്കല്പമില്ലാത്ത സംഭവങ്ങളെല്ലാം മാതാവ് ഇതെല്ലാം നമുക്ക് തൊടാവുന്ന രീതിയിൽ അനുഗ്രഹമായിട്ട് കൈ തരും. പക്ഷെ നമുക്കെന്താ വേണ്ടത്? അമലുവിന് സംശയമില്ല അവൾ പറയുന്നതിൽ. ആ വർത്തമാനം കേട്ടാൽ മനസ്സിലാവും, സ്നേഹം മാത്രമേ ഉള്ളൂ, അതിൽ സംശയമില്ല. ആ വർത്തമാനം സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എന്താണ്? ഓ, ഞാനിങ്ങനെയൊക്കെ പറയണേ, കിട്ടുക വെറുതെ, ഇത് രൂപമല്ലേ, അമ്മയല്ലല്ല. അവിടേക്കാണ് പ്രശ്നം വേണ്ടത്. ഇത് രൂപമല്ലേ, അമ്മയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വങ്കന്മാർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നണത്. കാരണം അതായത് അനുഭവമുള്ളവർ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണിത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മയോടാണ് സംസാരിക്കുന്നത്. ആ ഒരു എന്ന് പറഞ്ഞാൽ ആത്മബന്ധത്തിൻ്റെ ആന്തരികതയാണ്. അതെന്ന് പറയണത് ധ്യാനത്തിനേക്കാൾ വലിയ സംഭവമാണ്. ആത്മബന്ധത്തിൻ്റെ ആന്തരികത നമുക്കറിയാമല്ലോ. നമ്മൾ എന്ത് ജ്ഞാനം, ഇപ്പോൾ എന്ത് കറണ്ട്, എത്ര കറണ്ട്, നിങ്ങളൊരു കാര്യം സിമ്പിളായിട്ട് മനസ്സിലാക്കണേ. എത്ര കറണ്ട് ഇടുക്കിയിലുണ്ടാക്കിയാലും നാട്ടിൽ വരണത് എന്തിലൂടെയാണ്? ഒരു വയറിലൂടെയാണ് വരണത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്ര കിലോ വാട്ട് കറണ്ട് ഉണ്ടാക്കിയാലും വരണത് കമ്പിയിലൂടെയാണ്. അല്ലാതെ കമ്പിയില്ലാതെ കറണ്ട് നമുക്ക് വയർലെസ് സൗണ്ട് വരും. സൗണ്ട് വയർലെസ്സിലൂടെ, വയറില്ലെങ്കിലും വരും. പക്ഷേ കറണ്ട് വയർലെസ്സായിട്ട് വരത്തില്ല. നമ്മൾ എത്ര വാട്ട് കറണ്ട് ഉണ്ടാക്കിയാലും വരണത് കമ്പിയിലൂടെയാണ്. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്ത് പഠിച്ചാലും, സ്വർഗത്തിൽ പോയി കുത്തിയിരുന്ന് പഠിച്ചാലും ട്രാൻസ്മിഷൻ പ്രാർത്ഥനയിലൂടെ വരത്തുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കണം. പിടിയിടിയാ. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്ത് ശാസ്ത്രം പഠിച്ചാലും ശരി, ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രാർത്ഥനയിലൂടെ വരത്തുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥനാ നിർഭരമായ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കണ്ടൻറ്റ് വൈസ് സ്നേഹമാണ്, അല്ല വേറെ ഒന്നുമല്ല. വിശ്വാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ അകത്തുള്ള കുഴപ്പം, അതിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ സംശയത്തിൻ്റെ ഒരു ചേരുവക ഉണ്ടാകും. അതുകൊണ്ട് ദൈവം നിങ്ങൾ വിശ്വാസത്തെ ഒത്തിരി ഇട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് റിപ്പയർ ചെയ്യാൻ നോക്കണ്ട, ടൈം എടുക്കും. അതിന് പകരം നിങ്ങളെന്താ ചെയ്യേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണം. എന്താ കാര്യം? സ്നേഹം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാത്തുൻ, ചില ആൾക്കാർ പറയുന്നത്, എൻ്റെ അച്ഛൻ എന്ത് ചെയ്യാനാണ് അച്ഛൻ, എൻ്റെ മാല അവൾ കൊണ്ടുപോയി, ഇപ്പം തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അവളുടെ മാല ചിട്ടിക്ക് എടുത്തപ്പോൾ പണയം വെച്ച് പോയി. അങ്ങനെ ആ മാല, അപ്പോൾ അവൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഇരവ് എന്നോട് ചോദിച്ചതാണ്. പാവപ്പെട്ടവരുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. അങ്ങോട്ട് ചോദിക്കൊടുക്കും. അവർ എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും? അവർ അപ്പുറത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടി മേടിച്ച മാലയാണ്. പക്ഷേ ആ പന്നി അതിനല്ല ചെയ്തത്, അവർ വിറ്റ് കളഞ്ഞ സാധനം. ഈ മനുഷ്യനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? പിന്നെ ഇവളെന്നെ പറ്റിപ്പാണ് ആൾ, എൻ്റെ മാല ഊരിക്കൊണ്ടുപോയി എന്നോട് ചോദിക്കാൻ വിറ്റ ആളാണ്, ഇനി എൻ്റെ അടിച്ചതിൻ്റെ അകത്ത് അവളെ കയറ്റത്തില്ലെന്ന് പറയും. പക്ഷേ ഉടമ്പടി എടുത്താൽ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? നമ്മൾ ദൈവത്തെയാണ് സ്നേഹിക്കണത്. പിടിയിടിയാ. അപ്പം നിങ്ങൾക്കിട്ട് പണി തന്ന ആൾക്കാരോടും നിങ്ങൾ ഉടമ്പടിയോട് കൂടി നിരപ്പാകാൻ നോക്കണം. കാര്യം വിശ്വാസമല്ല വലുത്, എന്താണ്? സ്നേഹമാണ്. കാര്യം എന്താണ്? ആ മാലയെക്കാളും നാത്തുവിനോടുള്ള വൈരാഗ്യത്തെക്കാളും എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നവൻ എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങൾ ശത്രുവിനായാലും എന്നെ പ്രതി സ്നേഹിക്കണം. അതാ പ്രശ്നം. അത് എന്നിട്ട് കർത്താവ് ചോദിക്കും, സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ പ്രതിഫലത്തിന് എന്താണ്
ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. മത്തായി 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ. കേട്ടോ കേട്ടോ കേട്ടോ, എന്താ പറയണത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? അതെന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ഈ ചുങ്കക്കാരാണെങ്കിൽ പോലും അവരെ സ്നേഹിക്കുന്നവർക്ക് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് റിവാർഡൊന്നുമില്ല. പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആര് തരേണ്ടതാണ്? ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ട് വരുന്നു എന്നാണ് പറയണത്. കൃപയുടെ അവസാന കാലത്തിൻ്റെ വരവിന്, അവസാന കാലത്തെ വരവിൽ പറയണ ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ടുവരുന്നു, അഥവാ എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു. അപ്പോൾ അതാരാണ്? ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രതിഫലം എന്ന് പറയണത്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിനാണ് പ്രതിഫലം എന്ന് പറയണത്. അതെങ്ങനെ കിട്ടണത് നമുക്ക്? അത് നമുക്ക് കിട്ടണം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പറച്ച് എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണം, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണം. സെൻറ്റ് പോൾ പറയും, ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ഇതിനെ ഉടമ്പടിക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയാണ്, ജീവിതം പുനഃക്രമീകരിക്കുകയാണ്. എന്താ ഇത് പെട്ടെന്ന് സ്പീഡാക്കാനുള്ള മാർഗ്ഗമാണ്. ഉടമ്പടി അനുഭവങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കാനുള്ള മാർഗം. സ്പീഡാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ റോഡിലൊക്കെ ചില റോഡുകളൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും. കട്ടറും അല്ലേ, ബമ്പും ഹമ്പും കട്ടറും എല്ലാം കൂടി അങ്ങനെ വിടും. പക്ഷേ അങ്ങനെയല്ല, ഇതെല്ലാം നിരപ്പാകും. ജനങ്ങളുമായിട്ട് നമ്മൾ നിരപ്പായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സ്പീഡ് കൂടും. അതുകൊണ്ടാണ് സെൻറ്റ് ജോണൊക്കെ പറയണത്. എന്താ പറയണത്? കുന്നും മലയും നിരപ്പാക്കുവിൻ. അതാണ് സംഭവം. കുന്നും മലയും വളഞ്ഞവ ഋജുവാക്കപ്പെടും. അപ്പം നേരെ എല്ലാ വിഷയത്തിൻ്റെ പിന്നിലും സൂത്രപ്പണികളൊന്നും പറ്റത്തില്ല, മറിച്ച് നേരെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്കിത്തിരി നഷ്ടം, സാമ്പത്തിക നഷ്ടം മാനുഷികവും ഭൗതികമായിട്ടും ഉണ്ടായാലും സൂത്രപ്പണി പറ്റത്തില്ല. അപ്പോൾ ഇതിന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ സ്പീഡാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ഈശോ വരാൻ പോയപ്പോൾ യോഹന്നാൻ എന്താ പറഞ്ഞത്? യോഹന്നാൻ പറഞ്ഞത് എന്താണ്? വൃക്ഷങ്ങളുടെ വേരിന് കോടാലിവയ്ക്കപ്പെട്ടിരുന്നു, ഫലം തരാത്ത വൃക്ഷങ്ങളെ വെട്ടിത്തീരെറിയപ്പെടും. എന്നിട്ട് പറഞ്ഞാൽ കുന്നും മലയും നിരപ്പാക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ നേരെ ആക്കി കഴിഞ്ഞാൽ, അതായത് വളവ്, വഞ്ചന, ചതി, പറ്റിപ്പ്, ഇങ്ങനെയുള്ള ഓരോ കുടില സൂത്രങ്ങളൊക്കെ എല്ലാം റെക്ടിഫൈ ചെയ്യണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കവിടെ നഷ്ടവും ലാഭവും നോക്കരുത്. ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. പിടികിട്ടുന്നുണ്ടോ? ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. അതായത് ഒരു പശു നമ്മൾ 40,500 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് അതിനെ വിറ്റപ്പോൾ 35,750 രൂപ. ലാഭമോ നഷ്ടമാണ്? നഷ്ടം. പക്ഷേ ആൾക്കാർ ചിലർ പറയും, മറ്റത് 500 രൂപയല്ലേ, ഇപ്പോൾ 750 രൂപ കിട്ടിയല്ല എന്ന് പറയും. ആൾക്കാരെ അളക്കണത് ഇങ്ങനെയാണ്. വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തെപ്പോലും അളക്കണത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ഈ ക്യാഷ് ആൻഡ് കൈൻഡ് വെച്ചുകൊണ്ടാണ് ദൈവത്തെ അളക്കണത്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കണത് ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തെ കണക്കാക്കേണ്ടത്, നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ രൂപയുടെ ലാഭവും എടുത്തിട്ട് നഷ്ടമെടുത്തിട്ട് അത് വലിയ നഷ്ടമാണ് നിങ്ങൾ കൊട്ടിക്കോഷിച്ച് മോന്തം കയറ്റിയിരിക്കരുത്. മറിച്ച് എന്താണ്? ദൈവത്തെ കിട്ടാൻ വേണ്ടി കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. ചിലപ്പോൾ ക്ഷമയായിരിക്കും, ചിലപ്പോൾ നന്മയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് അനപേക്ഷണീയമായിട്ട് ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കുന്നതാണ്. അത് അങ്ങേര് പശ്ചാത്താപത്തിൻ്റെ ജ്ഞാനസ്ഥാനമാണ് നൽകിയത്.
യോഹന്നാൻ മാന്താന. അപ്പോൾ ഈശോ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന് ജ്ഞാനസ്നാനം നൽകി. പക്ഷേ ആ പരിശുദ്ധാത്മാവിന് ജ്ഞാനസ്നാനം നൽകിയപ്പോഴേ കർത്താവ് കുന്നും മരയും നിരപ്പാക്കണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 5:22-23